ദീപക് എന്താ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ടുവരാഞ്ഞത്? അവരെ കൂടി കൊണ്ടുവരായിരുന്നു. കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞിനൊരു പനിക്കോള്. പിന്നെ ഞാനാ പറഞ്ഞേ വരണ്ടാന്ന്. ഇപ്പോഴത്തെ പനിയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അല്ല, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? ആ, സംസാരിച്ചു കഴിഞ്ഞു സാറേ. സാറിന് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട്സിന്റെ കാര്യത്തിലേ. ഞാനതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. സാഗരജ, വെറുതെ പറയുന്നല്ല. കണക്കിൽ പുലിയാണവൻ. ഒരു ചെറിയ തെറ്റുപോലും രാജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാകാൻ രാജു സമ്മതിക്കില്ല. കണക്കിന്റെ കാര്യത്തില് അത്ര കണിശക്കാരനവൻ. അതെനിക്ക് മനസ്സിലായി. അല്ല സാഗരജ, സോമരാജനെ കണ്ടില്ലല്ലോ, വരില്ലേ? ഇല്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. ആ, ചിലപ്പോ വല്ല മീറ്റിംഗ് ഉണ്ടായിരിക്കും. മോൾക്ക് ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. ഇഷ്ടായില്ലെങ്കിൽ പറയണം. മോള് താമസിക്കേണ്ട വീടാ. അതുകൊണ്ട് മോൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് പുത്തൻ പുതിയൊരു വീട് മോൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വെക്കും. ആ വീട്ടിലേക്കായിരിക്കും മോള് വന്നു കയറുന്നത്, അല്ലേ ഏട്ടാ? അതിലൊരു ചോദ്യമുണ്ടോ? മോള് പറഞ്ഞാൽ ഇടം വരാൻ നോക്കാതെ ഞങ്ങൾ ചെയ്തിരിക്കും. അതൊന്നും വേണ്ട. നീ ഇങ്ങനെ നിന്നാ മതിയോ? റെഡിയാവുന്നില്ലേ? ഇനിയിപ്പോ ആരും വരാനൊന്നുമില്ല. മെയിനായിട്ട് വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയുള്ളവര് വരുമ്പോ വന്നാ മതി. അഭിലാഷേ, എന്റെ മുറിയിലെ ഷെൽഫിലെ ഇവനിടാനായിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ് ഇരിപ്പുണ്ട്. നീ പോയി അതെടുത്തുണ്ടോ? ശരിയെങ്കിൽ വാടാ. റോഹന്റെ ഫ്രണ്ട്സാ ഇവരെന്ന് വെച്ചാൽ അമ്മമാർക്ക് ജീവനാ. ഫുൾ ടൈം അവന്മാർ ഒരുമിച്ചാ. ചിലപ്പോഴൊക്കെ തോന്നും യുവമാര് നമ്മുടെ മക്കൾ തന്നെയാണോ എന്ന്. എന്ത് കാര്യത്തിന് യുവമാരോട് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്മാരത് ചെയ്തിരിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ളവരാ.